ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ? ഇന്നത്തെ വീഡിയോ ഞാൻ ഒന്ന് തലമുടി കളർ ചെയ്യാനും ഒരു ചേഞ്ചൊക്കെ വേണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഗോൾഡൻ കളറായിരുന്നു. അപ്പം അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോയിരിക്കുന്ന ശ്രുതി സായി മേക്കപ്പ് സ്റ്റുഡിയോയിലാണ് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് കാക്കനാടാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ എന്നെ തലമുടിയിൽ ഇതായിട്ടാണ് നോക്കിയത്, കളർ ഏത് നല്ലത് ചേരും എടുക്കുമെന്നൊക്കെ. അപ്പോൾ ചേച്ചി വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം അവിടുത്തെ സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റെ തലമുടി ഉണക്കുക കേട്ടോ, നന്നായിട്ട് ഉണക്കി. അതിന് ശേഷമാണ് നമുക്ക് കളർ ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഞാൻ ഓൾറെഡി ഇവിടുന്ന് തേച്ച് കഴുകിയിട്ടുണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നനവുണ്ടായിരുന്നു. അത് കാരണം ആളൊന്ന് ഉണക്കി അത് കഴിഞ്ഞ് ഇതായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കളറെ. അങ്ങനെ വേണ്ട ചേച്ചീൻ്റെ സ്റ്റുഡിയോയുടെ ഇതാണ് കേട്ടോ. അപ്പം ചേച്ചി സ്റ്റാഫൊക്കെ ആണെങ്കിലും ഞാൻ ഇതിന് മുമ്പേ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട്. അപ്പം നല്ല സഹകരണമാണ്. അപ്പോൾ രണ്ടാമതൊന്നും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി കളർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അനുവാദം കൂടെ വേണമല്ലോ ഏത് കളർ ചൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ള. അപ്പോൾ ഏട്ടനോട് ചോദിച്ചു. അപ്പോൾ ഏട്ടൻ നല്ലൊരു കളറൊക്കെ ചൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ തുടങ്ങി. ഇതിൻ്റെ കളർ മിക്സൊക്കെ ചെയ്തു. എൻ്റെ വീഡിയോ ക്രെഡിറ്റ് മൊത്തം ഹസ്ബൻഡിനാണ് കേട്ടോ. ഏട്ടനാണ് ഈ പ്രാവശ്യം എൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ സാധാരണ ഫോണിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇത് ഇച്ചിരി അത്യാവശ്യം നല്ല വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ക്യാമറയിൽ എടുത്തു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ കയറിയിരുന്നു ഓരോന്നൊക്കെ നോക്കുന്നു എടുക്കുന്നത്. എനിക്ക് കുറേ ടൈം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് ഒരു ബാക്ക് പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് ടൈം ഇങ്ങനെ ഫോണിൽ നോക്കും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചരിയാൻ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം നല്ല അടിപൊളിയല്ലേ ഈ ചേട്ടൻ്റെ കളർ കാണാൻ തലമുടിയിലെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ എന്തായാലും ചേച്ചീൻ്റെ പോസ്റ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഫൈനലിൽ നമ്മുടെ കളറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അത് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്തപ്പോൾ തലയ്ക്കൊരു നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഓൾറെഡി പനിയൊക്കെ മാറി ഇപ്പം, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് നന്നായിട്ട് എനിക്ക് വാഷൊക്കെ ചെയ്തു. എനിക്കിത് കളർ ചെയ്ത് കഴിയുമ്പോൾ കളർ പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ 1-2 വട്ടം നാട്ടിൽ ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ടാണെങ്കിലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ക്വാളിറ്റിയുള്ള കളറൊക്കെയാണ് ചേച്ചി എനിക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഫൈനലി ഈ കളറാണ് കേട്ടോ. ഫൈനലി ലാസ്റ്റ് ഇത് നന്നായിട്ട് കാണിക്കുവേ. അപ്പോൾ ഈ ചേട്ടൻ്റെ കളറുണ്ട്. അപ്പോൾ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ഈ കളർ അടിച്ചോന്ന്, ഈ കളർ അടിച്ചോന്നൊക്കെ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തമാശയ്ക്ക് പറച്ചിൽ മാത്രമേ ഉള്ളൂ, പുള്ളി സമ്മതിക്കാറൊന്നുമില്ല. ഫൈനലി ഇങ്ങനെയാണ് എൻ്റെ ഹെയർ വന്നത്. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്കുമായിരുന്നു ഇങ്ങനെ സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും എന്നെ കാണാനെന്നില്ലേ. അപ്പോൾ ഞാനാണെങ്കിൽ സാധാരണ ഓടി അങ്ങ് പോവല്ലേ ചെയ്യാറ്. അപ്പം ഫൈനലി നല്ല ലുക്കായിട്ടുണ്ട്. അങ്ങനെ ചേച്ചി വന്നു. ചേച്ചി കുറേ നേരം എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. കുറച്ചും കൂടെ കളർ കൂട്ടാവോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഇത് നല്ലതായിരുന്നു വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ കളർ എങ്ങനെ ഉണ്ടെന്നൊക്കെ. അങ്ങനെ ചേച്ചിയോട് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങാറൊക്കെ ആയി. അപ്പോൾ ചേച്ചി കളർ കുറച്ചും കൂടെ കൂട്ടായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നും ഇല്ല എന്ന്. അപ്പോൾ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.